ഷഹനാസിൻ്റെ വ്യാജരേഖാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ പരാതി കേരളത്തിൻ്റെ DGP പോലീസ് മേധാവിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായിട്ടുള്ള ഡോക്ടർ സിജീഷ്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ഡോക്ടർ സിജീഷിൻ്റെ ഭാര്യ ഇപ്പോൾ ഒരു പരാതിയുമായിട്ട് DGPയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുക. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വ്യാജരേഖ ഉണ്ടാക്കൽ, വ്യാജ സർക്കാർ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കൽ, അതുപോലെ IAS നേടി എന്ന് പറഞ്ഞ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിനെ പറ്റിച്ചത്, ഈ കാര്യങ്ങളിലൊക്കെ അന്വേഷണങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ DGPക്ക് മുൻപാകെ ഒരു പരാതി സമർപ്പിച്ചിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ വ്യാജരേഖ ഉണ്ടാക്കലും തിരിച്ചറിയൽ രേഖകളും വ്യാജ ഐഡൻറ്റിറ്റി കാർഡുകൾ നിർമ്മിക്കലുമൊക്കെ ഒരു രാജ്യദ്രോഹ കുറ്റമാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു ക്രിമിനൽ കുറ്റം നടത്തുന്ന ആൾക്കെതിരെ വളരെ കർശനമായ അന്വേഷണം ഉണ്ടാവണം എന്നാണ് ഡോക്ടർ സിജീഷ്, ഫറൂഖ് സ്വദേശിയായിട്ടുള്ള ഡോക്ടർ സിജീഷിൻ്റെ ഭാര്യ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. പരാതി MA ഷഹനാസിനെതിരെയാണ്. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ വ്യാജരേഖ നിർമ്മാണം, ഇതുകൊണ്ട് ഇത്തരത്തിൽ വ്യാജരേഖകൾ നിർമ്മിച്ചുകൊണ്ട്, വ്യാജ ഐഡൻറ്റിറ്റി കാർഡുകൾ നിർമ്മിച്ചുകൊണ്ട്, വ്യാജ ഗവൺമെൻറ് ID കാർഡുകൾ നിർമ്മിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഷഹനാസ്, ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വളരെ കൃത്യമാണ്, ഇത്തരത്തിൽ വ്യാജരേഖകൾ നിർമ്മിക്കുക, അതും എസ്പെഷ്യലി സർക്കാരുമായി ബന്ധപ്പെട്ട ID കാർഡുകൾ, വ്യാജരേഖകൾ, ഡ്രൈവിംഗ് ലൈസൻസുകൾ ഒക്കെ ഉണ്ടാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ നമ്മൾ കരുതുന്നത് പോലെ ഷഹനാസ് ഒരു ചെറിയ മീനല്ല. ഷഹനാസ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ കോഴിയാണ്, അവൻ ലൈംഗിക വൈകൃതമുള്ളവനാണ് എന്ന് മാധ്യമങ്ങളിലൂടെ മാത്രം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഷഹനാസ് അല്ല. ഷഹനാസ് വലിയ ഒരു ഫ്രോഡാണ് എന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അവൾ പക്കാ ഫ്രോഡാണ് എന്നുള്ള കാര്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ ഒരു പരാതി കൂടി DGPക്ക് മുമ്പിലേക്ക് വരികയാണ്. ഷഹനാസിൻ്റെ ഈ പറയുന്ന വ്യാജമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പട്ടിപ്പും വെട്ടിപ്പും രാജ്യദ്രോഹപരവുമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് DGPക്ക് ഒരു പരാതി വരുമ്പോൾ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഷഹനാസ് ചെറിയ മീനല്ല. ഷഹനാസ് വലിയ മീനാണെന്ന് മാത്രമല്ല, ഷഹനാസ് വലിയ ഒരു സംഘത്തിൻ്റെ കണ്ണി കൂടിയാണ്. ഉറപ്പാണല്ലോ. കാരണം ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ, ഷഹനാസിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ വ്യാജരേഖകൾ നിർമ്മിക്കേണ്ട ആവശ്യം എന്താണ്? ആ വ്യാജരേഖകൾ നിർമ്മിച്ചുകൊണ്ട് പലതും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കൃത്യമായ അന്വേഷണങ്ങൾ വേണം. ഷഹനാസിനെ ഇതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ചോദിച്ചാൽ മേ ബി പണമായിരിക്കാം, സാമ്പത്തിക നേട്ടങ്ങളായിരിക്കാം, സാമ്പത്തിക ഉയർച്ചയായിരിക്കാം, വലിയ ബാങ്ക് ബാലൻസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം. ഇതിനു വേണ്ടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് അതാണ്. ഒരു 10 മിനിറ്റ് വാർത്താ സമ്മേളനം നടത്തുമ്പോഴേക്കും 1 ലക്ഷം ദിർഹംസ് CBD വഴി തൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുമുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്ത്. അപ്പോൾ ഷഹനാസിൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തികളും പണത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട്, വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു രാജ്യദ്രോഹ പ്രവർത്തികൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായിട്ട് ഷഹനാസ് മാറുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഷഹനാസിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തണം. ഷഹനാസിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അല്ലേ? കാരണം ഷഹനാസിൻ്റെ പ്രവർത്തനങ്ങളും ജീവിതവും ജോലിയും എല്ലാം
വിദേശ രാജ്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഷഹനാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്തരമൊരു വ്യക്തി ഇത്തരം വ്യാജ ID കാർഡുകളും വ്യാജ രേഖകളും ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു വലിയ ചോദ്യം നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ വ്യാജങ്ങളായ രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യദ്രോഹ പ്രവൃത്തിയിൽ ഷഹനാസ് ഏർപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായും വ്യക്തമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? എന്താണെങ്കിലും പരാതി ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിലെത്തിയിരിക്കുന്നു. ഇനി ഈ പരാതിയെ ഈ സംസ്ഥാന പോലീസ് മേധാവി എങ്ങനെ അതിനെ നോക്കിക്കാണും, കൈകാര്യം ചെയ്യുമെന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. കാരണം ഷഹനാസ് ഇപ്പോൾ സർക്കാരുമായിട്ടും ഭരിക്കുന്ന പാർട്ടിയുമൊക്കെ ആയിട്ട് വലിയ അടുപ്പവും ബന്ധവുമുള്ള വ്യക്തിയാണ്, അല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയിൽ എന്താ പറയേണ്ടത്, ഡൽഹിയിലേക്ക് റിപ്പബ്ലിക് പരേഡിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി കേരള സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തയച്ച 40 സംരംഭകരായ സ്ത്രീകളിൽ ഒരാൾ ഷഹനാസ് ആയിരുന്നു. ഇനി കേരളത്തിൽ എന്തുകൊണ്ട് ഷഹനാസ് അതിൽ ഉൾപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറഞ്ഞതാ. കാരണം 41 ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ നിന്ന് പോകാൻ 41ാമത്തെ വ്യക്തി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ 39 പ്ലസ് ഷഹനാസ് അടക്കം 40-ൽ കേരളത്തിൽ ആകെ 40 സംരംഭകരായ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഷഹനാസ് അതിൽ പോയതെന്നാണ് സർക്കാർ പറയുന്നത്. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരച്ചതിന്, രാഹുൽ മാങ്കൂട്ടത്തിന് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയതിന്, രാഹുൽ മാങ്കൂട്ടം വേട്ട കൊഴുപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ ഉറഞ്ഞു തുള്ളിയതിനുള്ള പ്രതിഫലമാണ് ഈ കാര്യമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സർക്കാരുമായിട്ടും ഭരിക്കുന്ന പാർട്ടിയുമായിട്ടും വളരെ അടുത്ത് നിൽക്കുന്ന, വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഷഹനാസ്, ആ ഷഹനാസിനെതിരെ ഇത്തരമൊരു പരാതി വരുമ്പോൾ ആ പരാതിയിന്മേൽ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ 2 വട്ടം ആലോചിക്കേണ്ടതുണ്ട്. പക്ഷേ എന്താണെങ്കിലും അത്തരമൊരു പരാതി ഈ പറയുന്ന സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മളൊരു വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കുക, വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കുക, ഇത്തരം പ്രവൃത്തികളൊക്കെ രാജ്യദ്രോഹ കുറ്റമാണ് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോ ഇങ്ങനെ ഒരാൾ, അതും വിദേശ രാജ്യത്ത് ഇരുന്നു കൊണ്ട് ഈ രാജ്യദ്രോഹ കുറ്റങ്ങളിൽ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷഹനാസ് ഇത് വലിയ ഒരു സംഘത്തിലെ കണ്ണിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, അല്ലേ? അപ്പോ എന്തിന് ഷഹനാസ് ഇതിന് തയ്യാറാവുന്നു എന്ന് ചോദിച്ചാൽ, ഷഹനാസിന്റെ ജീവിതം തന്നെ ഇങ്ങനെയായിരുന്നു. അത് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. ഗുരുവായൂരപ്പൻ കോളേജിലേക്ക് എത്തിയപ്പോൾ ഒരു പടി കൂടി കടന്ന് താൻ UPSC പരീക്ഷയിൽ വലിയ റാങ്ക് നേടി, താൻ IAS കാരിയാകാൻ പോകുന്നു, തനിക്ക് സിവിൽ സർവീസ് ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗുരുവായൂരപ്പൻ കോളേജിനെ പറ്റിച്ചു, അവിടുത്തെ പ്രിൻസിപ്പലിനെ പറ്റിച്ചു, കോളേജ് അധികൃതരെ പറ്റിച്ചു, തന്റെ അധ്യാപകരെ പറ്റിച്ചു. അങ്ങനെ വലിയ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സിവിൽ സർവീസിന്റെ 7 അയലത്ത് പോലും പോകാത്ത ഷഹനാസ് ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുണ്ടായിരുന്ന മോട്ടീവ് എന്താണ്? അതിന്റെ പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യം എന്താണ്? പ്രശസ്തിയാണ്, പണമാണ്. ഈ പ്രശസ്തിയും പണവും അതിനോടുള്ള ആർത്തി, ഈ ആർത്തി എങ്ങനെയെങ്കിലും 4 ആൾ അറിയണമെന്നുള്ള ആർത്തി, ആ ആർത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുമോദനങ്ങളും ആശംസകളും അറിയിച്ച വ്യക്തി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിൽ ആഹ്ലാദിച്ച വ്യക്തി. രാഹുൽ മാങ്കൂട്ടം കോഴിയാണ്, രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വൈകൃതമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ്, അതും മാധ്യമങ്ങളിൽ മാത്രം. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഷഹനാസ് നിയമ നടപടിക്ക് പോയില്ല, എന്തുകൊണ്ട് ഷഹനാസ് പരാതി നൽകിയില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. കാരണം കോടതികളിലേക്ക് എത്തിയാൽ അവിടെ തെളിവുകളാണ് സംസാരിക്കുക, മെറ്റീരിയൽ എവിഡൻസുകളാണ് സംസാരിക്കുക. അത് ഷഹനാസിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷഹനാസ് മാധ്യമങ്ങളെ ചൂസ് ചെയ്തത്. മാധ്യമങ്ങളാവുമ്പോൾ എന്നെ 4 ആൾ അറിയും, ഒരു 4 വാർത്താ സമ്മേളനം നടത്തുമ്പോൾ 40 ആള് എന്നെ അറിയും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഷഹനാസ് ഇതിനിറങ്ങി പുറപ്പെട്ടത് എന്നുള്ള കാര്യം വ്യക്തമല്ലേ? അവിടെയാണ് നമ്മൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിവാദങ്ങളിൽ നടന്നിരിക്കുന്ന വലിയ ഗൂഢാലോചന, അല്ലെ? പരാതിയില്ല എന്ന് പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിക്കുവാനും ഇത് കേരളത്തിന്റെ പൊതുമധ്യത്തിൽ ഇങ്ങനെ ലൈവാക്കി നിർത്തുവാനും വേണ്ടിയിട്ട് ഒരു സംഘം മറുഭാഗത്ത്, പരാതി നൽകുവാൻ മറ്റൊരു സംഘം, ഇനി ഇതിന്റെ രണ്ടിന്റെയും PR വർക്ക് നടത്തുവാൻ വേറൊരു സംഘം. അതല്ലേ നമ്മൾ കണ്ടത്,
അപ്പോ ഷഹനാസിന് വളരെ കൃത്യമായും വ്യക്തമായും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഒന്ന് പോപ്പുലാരിറ്റിയാണ്, മറ്റൊന്ന് പണമാണ്. ഇത് രണ്ടും ഷഹനാസിന് ലഭിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പണം ലഭിച്ചിട്ടുണ്ട്, പോപ്പുലാരിറ്റി ഓട്ടോമാറ്റിക് രാഹുലിനെതിരെ ഉറഞ്ഞു തുള്ളുമ്പോൾ ആ രീതിയിൽ പോപ്പുലാരിറ്റിയും ലഭിക്കും. കാരണം രാഹുൽ വലിയ പോപ്പുലാരിറ്റി ഉള്ള വ്യക്തിയാണ്, വലിയ ജനപിന്തുണയുള്ള വ്യക്തിയാണ്. അയാൾക്കെതിരെ ഇത്തരത്തിൽ ഉറഞ്ഞു തുള്ളുമ്പോൾ അതിനെതിരെ അതിനെ ഏറ്റുപിടിക്കാനും അതിനെ കൊണ്ടു നടക്കാനും തന്റെ കൂടെ നിൽക്കാനും ആളുകൾ ഉണ്ടാകും. അത് പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ ഉണ്ടാകും എന്നുള്ളത് ഷഹനാസിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഷഹനാസ് ഇതിന്റെ പിന്നിൽ പോയത്. അപ്പൊ ഞാൻ ഇതൊക്കെ ഈ കേസുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഷഹനാസ് എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡിനെ തുറന്നു കാട്ടാൻ വേണ്ടിയാണ്. രാഹുൽ മാങ്കൂട്ടം വിവാദങ്ങൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനകളുടെ ഭാഗമാണ് ഈ ഷഹനാസ് ആണെങ്കിലും റിനി ആൻഡ് ജോർജ് ആണെങ്കിലും ഹണി ഭാസ്കരനാണെങ്കിലും എല്ലാം. ചിലരൊക്കെ ചില ഘട്ടങ്ങളിൽ എത്തുമ്പോൾ ചില കാര്യങ്ങൾ നിശബ്ദമാകുന്നു, വാ തുറക്കാൻ തയ്യാറാവുന്നില്ല, പ്രതികരണങ്ങളൊന്നും വരുന്നില്ല, ആ രീതിയിലേക്ക് മാറുന്നുമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് റിനി ആൻഡ് ജോർജിനെ മാധ്യമപ്രവർത്തകര് മപ്രകള് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്താണ് പ്രതികരണം എന്ന് ചോദിച്ചിട്ട്. ഹണി ഭാസ്കറിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഷഹനാസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതില് ഷഹനാസ് മാത്രമാണ് പ്രതികരിക്കാൻ തയ്യാറായത്, അല്ലേ? ഇപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഉറഞ്ഞു തുള്ളിയവരുടെ കൂട്ടത്തിൽ ഹണി ഭാസ്കരനുണ്ട്, റിനി ആൻഡ് ജോർജ് ഉണ്ട്, ഷഹനാസ് ഉണ്ട്, അങ്ങനെ പല ഫുണ്ടകളുമുണ്ട്, അല്ലേ? പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ വന്ന് ചിലതൊക്കെ രാഹുൽ തുറന്നു പറഞ്ഞു, ചിലത് മാത്രം. ആ തുറന്നു പറച്ചിലുകൾ നടത്തിയപ്പോഴേക്കും റിനി ആൻഡ് ജോർജിനെ കാണാനില്ല, റിനിയുടെ തന്തയെ കാണാനില്ല, ഹണി ഭാസ്കറിനെ കാണാനില്ല, ആർക്കും പ്രതികരണങ്ങളില്ല. അങ്ങോട്ട് പോയി ചെന്ന് ചോദിച്ചിട്ടും ഞങ്ങൾക്ക് പ്രതികരണമില്ലെന്ന് പറഞ്ഞ് മടക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? അവിടെയാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന ഗൂഢാലോചനകൾക്ക് പിന്നിൽ വലിയ ഒരു സംഘം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ എസ്പെഷ്യലി ഷഹനാസ് വലിയ ഫ്രോഡാണ്. ഷഹനാസിന്റെ പ്രവർത്തനങ്ങളൊക്കെ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളാണ്. ഷഹനാസ് പക്കാ ഫ്രോഡാണ്. ജനങ്ങളെ പറ്റിച്ചും വെട്ടിച്ചും പണമുണ്ടാക്കലാണ് ഷഹനാസിന്റെ ഏർപ്പാട് എന്ന് പറയുന്നത്.